വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ സൽക്കാരങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ മുട്ടമാല. ഇത് അധിക പേർക്ക് ഉണ്ടാക്കാൻ അറിയില്ല, അഥവാ ഉണ്ടാക്കിയാൽ ശരിയായില്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കാൻ പഠിക്കുന്ന ഒരു ഐറ്റം ആണ്. എന്നാൽ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 20 മുട്ടയാണ്. ഇത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത മുട്ടയാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 ബൗളാണ്. ഇതുപോലുള്ളൊരു അരിപ്പയും വേണം. ഈ മുട്ട ഓരോന്നായി പൊട്ടിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാതെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കേണ്ടതാണ്. ഇതിന്റെ മഞ്ഞക്കരു കൈകൊണ്ട് എടുത്തിട്ട് മഞ്ഞക്കരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ളഭാഗം ഒട്ടുമില്ലാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. മഞ്ഞ മാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ മുട്ടയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വൈറ്റ് പോഷൻ മാറ്റി വെക്കാം. ശേഷം അരിപ്പയിലിട്ട മഞ്ഞക്കരു അരിച്ചെടുക്കാം. ഇതിലുള്ള പാട പോലുള്ളത് കളയാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പഞ്ചസാര മെൽട്ടായി വരട്ടെ. ആ ടൈം ഇതുപോലുള്ള ചെറിയ ഹോളുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഏത് ബോട്ടിലായാലും പ്രശ്നമില്ല, ഹോള് ചെറുതായാൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സോസിന്റെ ബോട്ടിലാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടയുടെ യെല്ലോ പോർഷൻ ഇല്ലേ, അത് ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴിതാ പഞ്ചസാര എല്ലാം മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചൊന്ന് സ്പൂൺ കൊണ്ട് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാരയിൽ ഉണ്ടാകുന്ന അഴുക്ക് കളയാൻ വേണ്ടിയാണ്. പഞ്ചസാരയിൽ അഴുക്കുണ്ടെങ്കിൽ ഇത് കറുത്ത നിറത്തിലായിരിക്കും ഉണ്ടാവുക. അത് മാറുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മുട്ടമാലയുടെ നിറം മാറും, കറക്റ്റ് യെല്ലോ കളറിൽ കിട്ടില്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മുട്ടമാല ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഞാനിട്ട പഞ്ചസാരയിൽ അഴുക്കില്ലാത്തത് കൊണ്ട് കളറൊന്നും മാറിയിട്ടില്ല. ഇനി ഇതിങ്ങനെ ഒരു അരിപ്പ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കോരി മാറ്റിക്കളയാം. വേസ്റ്റ് മാറ്റുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഹൈ ആക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ വീണ്ടും പതവരാൻ തുടങ്ങും. അതിന് മുമ്പായി ഒരു കാര്യം ചെയ്തു വെക്കാനുണ്ട് കേട്ടോ. ഇനിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചു കൊടുത്ത് പാത്രം ഇങ്ങനെ ചെരിച്ച് വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മാലയുടെ എക്സ്ട്രാ വരുന്ന സിറപ്പ് വാർന്നു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പാത്രം ചെരിച്ചു വെക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി ഒരു പാത്രത്തിൽ എടുത്തു വെക്കണം കേട്ടോ. അതെന്തിനാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെച്ച് പതിഞ്ഞു വരുമ്പോൾ അതിലേക്ക് മാല ഇങ്ങനെ റൗണ്ടായി വലിച്ചു കൊടുക്കാം. ഇനി ചെറുതായി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. 20 സെക്കൻഡ് മതി കേട്ടോ. മുട്ടയുടെ മഞ്ഞ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് അതിലേക്ക് നേരത്തെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചില്ലേ, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്ത് വേണം മാല കോരിയെടുക്കാൻ. അപ്പോഴിതാ മാല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെരിച്ച് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ച് പത വരുമ്പോൾ മാല വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മാല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മാല ഇട്ട പാത്രത്തിലുണ്ടായ എക്സ്ട്രാ പഞ്ചസാരയുടെ സിറപ്പ് പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇതാ മാല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാല ഉണ്ടാക്കിയ പഞ്ചസാര സിറപ്പ് അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഒരു നുള്ളു ഉപ്പും കുറച്ച് വനില എസൻസും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ശേഷം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഗീ തടവി അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുത്ത് ആവി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ടമാലയും മുട്ടസുർക്കയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ശരിയാവും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്